രാവിലെ ഒരു സാമ്പാർ മാത്രം വെച്ച് നോക്കിയിരിക്കാൻ നേരത്താണ് നമ്മുടെ മീൻകാരൻ ചേട്ടൻ മീനുമായിട്ട് വന്നത്. നല്ല കൊഞ്ചും മത്തിയുമായിരുന്നു. രണ്ടും മേടിച്ചു. കാരണം മത്തി അച്ഛനും കൂട്ടത്തില്ല, കൊഞ്ച് ചേട്ടനും കൂട്ടത്തില്ല. അപ്പോൾ രണ്ടുപേർക്കും ആയിക്കോട്ടെ എന്നും കരുതി മേടിച്ചത് എനിക്ക് എല്ലാം കൂടെ വെട്ടാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കൊഞ്ച് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളേ. ബാക്കിയെടുത്തും ഫ്രിഡ്ജ് വെച്ചു. മത്തി എന്തായാലും ഫുള്ളേ അങ്ങ് വെട്ടുവാണ്. എന്നിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കും. ഇപ്പോഴത്തേക്കും മത്തി വറക്കാൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളേ. ഈ മത്തി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വറുത്ത് തിന്നില്ലെങ്കിൽ എന്താ അല്ലേ. അങ്ങനെ മത്തി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തേക്കും വറക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചോറും കൂടെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് അടച്ചിട്ടു കേട്ടോ. അങ്ങനെ മത്തി വറക്കാനായിട്ട് പുരട്ടി എണ്ണയിൽ ഇട്ടിട്ടാണ് ഞാൻ കൊഞ്ച് റെഡിയാക്കിയത്. കൊഞ്ച് ഞാൻ പച്ചക്കറിയിൽ ഇട്ട് തേങ്ങ അരച്ചിട്ടൊരു കറിയാണ് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൊഞ്ച് മതി. അങ്ങനെ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് കൊഞ്ചും പച്ചക്കറികളും കൂടെ വേവിച്ച് തേങ്ങ അരച്ചും കൂടെ ചേർത്തു. നമ്മുടെ ഈ അടുക്കളയിൽ ഒത്തിരി നേരം നിൽക്കുമ്പോൾ ശരിക്കും അങ്ങ് വിയർത്ത് കുളിക്കുകയെ. ഞാനിപ്പോൾ തന്നെ വിയർത്തൊരു വരുവായിട്ടുണ്ട്. എളുപ്പം ജോലി ചെയ്ത് മാറുക എന്ന് മാത്രമേ ഈ ചൂടുകാലത്ത് നിവർത്തിയുള്ളൂ. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി ദാണ്ടെ ആയിട്ടുണ്ടേ. അങ്ങനെ നല്ല ചൂട് ചോറും ആവി പറക്കുന്ന ചെമ്മീൻ കറിയും മത്തി വറുത്തതും സലാഡും സാമ്പാറും അച്ചാറും ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിക്കാം. അപ്പോൾ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ബൈ.